എല്ലാവർക്കും ടോസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. സോ വരാൻ പോകുന്ന സെറ്റ് എക്സാമിന് ഹെൽപ്ഫുൾ ആകുന്ന രീതിയിൽ ഒരു പാസ് മാർക്ക് ബ്രേക്കിംഗ് മെഗാ റിവിഷൻ വീഡിയോ ആണ് ഇവിടെ നമ്മൾ അവതരിപ്പിക്കുന്നത്. സിലബസിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആ ക്വസ്റ്റ്യൻസും അതിനോടനുബന്ധിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും സെറ്റ് സുവോളജി എക്സാം നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ എല്ലാവരും എല്ലാ ചോദ്യങ്ങളും കൃത്യമായിട്ട് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു റാപ്പിഡ് റിവിഷൻ വീഡിയോയിൽ ആദ്യം മോളിക്കുലാർ ബയോളജിയിലെ കുറച്ച് ഭാഗങ്ങൾ നോക്കാം. മോളിക്കുലാർ ബയോളജിയിലെ ഒരു ഇമ്പോർട്ടന്റ് ഭാഗമാണ് റെപ്ലിക്കേഷൻ. റെപ്ലിക്കേഷൻ ഇൻ പ്രോകാരിയോട്സ് ഉണ്ട്, റെപ്ലിക്കേഷൻ ഇൻ യൂകാരിയോട്സ് ഉണ്ട്. ഇവിടെ ചോദ്യം നോക്കാം. DNA polymerase enzyme involved in the replication of mitochondrial DNA. Options നോക്കുക. DNA polymerase alpha, DNA polymerase beta, DNA polymerase gamma, DNA polymerase delta. ഇവിടെ നോക്കിയേ, ഇത് replication in eukaryotes ആണ്. യൂകാരിയോട്സിൽ വരുന്ന എൻസൈംസ് എല്ലാം polymerase enzyme alpha, beta അങ്ങനെയാണ് നെയിം ചെയ്തിരിക്കുന്നത്. At the same time replication enzymes of prokaryotes 1, 2, 3 അങ്ങനെയാണ് നെയിം ചെയ്തിരിക്കുന്നത്. ഈ ഓരോ ഓപ്ഷൻസിൽ പറഞ്ഞ എൻസൈംസിന്റെ ഫംഗ്ഷൻ നോക്കാം. ആൽഫ ആണെങ്കിൽ ആൽഫ പ്രൈമർ സിന്തസിസിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ബീറ്റ ആണെങ്കിലോ റിപ്പയർ ബേസ് എക്സിഷൻ റിപ്പയറിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ദെൻ ഗാമയാണ് മൈറ്റോകോൺട്രിയൽ റെപ്ലിക്കേഷന് സഹായിക്കുന്ന എൻസൈം. ഇനി അടുത്തത് ഡെൽറ്റയുടെ പ്രത്യേകത എന്താണ്? ലാഗിംഗ് സ്ട്രാൻഡ് സിന്തസിസിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഡെൽറ്റ. ലാഗിംഗ് സ്ട്രാൻഡ് റെപ്ലിക്കേഷൻ നടക്കുമ്പോൾ അവിടെ ലാഗിംഗ് സ്ട്രാൻഡ് ഉണ്ട്, അതേപോലെ തന്നെ ലീഡിംഗ് സ്ട്രാൻഡും അവിടെ വരുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ലീഡിംഗ് സ്ട്രാൻഡിനെ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം ഏതാണ്? ലാഗിംഗ് സ്ട്രാൻഡ് ഡെൽറ്റ ആണെങ്കിൽ ലീഡിംഗ് സ്ട്രാൻഡ് അത് എപ്സിലോൺ ആണ് വരുന്നത്. DNA polymerase enzyme എപ്സിലോൺ. ഓക്കെ, ഇത് ഒത്തിരി പോയിന്റ്സ് ഈ ഒരു ചോദ്യത്തിൽ തന്നെ നമുക്ക് ഇതിന്റെ ഓപ്ഷൻസിൽ നിന്ന് തന്നെ പഠിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ നമ്മുടെ ഇവിടെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്? DNA polymerase ഗാമയാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. മോളിക്കുലാർ ബയോളജിയിൽ തന്നെ മറ്റൊരു ടോപ്പിക്കാണ് ട്രാൻസ്ക്രിപ്ഷൻ ഇൻ പ്രോകാരിയോട്സ്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണിത്. വിച്ച് ഓഫ് ദി സബ് യൂണിറ്റ് ഓഫ് RNA polymerase is totally required to initiate transcription? സോ ട്രാൻസ്ക്രിപ്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന RNA polymerase സബ് യൂണിറ്റ് ഏതാണെന്നാണ് ചോദ്യം. ഇത് എൻസൈമിന്റെ സ്ട്രക്ചറിന് ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. ആൻഡ് ഓപ്ഷൻസ് ആർ ആൽഫ, സിഗ്മ, ഒമേഗ ആൻഡ് ബീറ്റ. ഇവിടെ RNA polymerase ഡിഫറെന്റ് സബ് യൂണിറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഡയഗ്രാമിൽ നിങ്ങൾ ശ്രദ്ധിക്കാം. സബ് യൂണിറ്റ് നോക്കി ആൽഫ, ബീറ്റ, ഒമേഗ, ഡെൽറ്റ വന്നിട്ടുണ്ട്. ഡയഗ്രാമിലും ആൽഫ, ബീറ്റ, ഒമേഗ കാണിച്ചിട്ടുണ്ട്. ഓരോന്നിന്റെ ഫംഗ്ഷൻ നോക്കാം. ആൽഫ, ഇവിടെ 2 ആൽഫ സബ് യൂണിറ്റ്സ് ഉണ്ട്. ഡിറ്റർമൈൻ ദ DNA ടു ബി ട്രാൻസ്ക്രൈബ്ഡ്. ബീറ്റ പ്രൈം കൊടുത്തിട്ടുണ്ട്. നോക്കിയ 2 ബീറ്റ വന്നിട്ടുണ്ടല്ലോ. അത് പോളിമറൈസേഷൻ കാറ്റലൈസ് ചെയ്യാനായിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ദെൻ ഒമേഗ അൺനോൺ ഫംഗ്ഷൻ ആണ്. ചിലപ്പോൾ അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എല്ലാ സബ് യൂണിറ്റ്സും കൂടി കറക്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. ദെൻ സിഗ്മയുടെ ഫംഗ്ഷൻ എന്താ? റെക്കഗ്നൈസ് ദ ഇനീഷ്യേഷൻ സൈറ്റ് കോൾഡ് പ്രൊമോട്ടർ. ഇപ്പൊ സിഗ്മ ഈ ഡയഗ്രാമിൽ കാണിച്ചിട്ടില്ലല്ലോ. അപ്പൊ നമുക്ക് അത് എങ്ങനെ കാണിക്കാനായിട്ട് പറ്റും? സിഗ്മ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്താണ് വരുന്നത്, അതിന്റെ ബോട്ടം പോർഷനിൽ. അപ്പൊ എന്തായിരിക്കും അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രൊമോട്ടേഴ്സിനെ റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളതാണ്. പ്രൊമോട്ടേഴ്സിലേക്ക് വന്ന് ബൈൻഡ് ചെയ്യാനായിട്ട് പോളിമറൈസിന് ഹെൽപ്പ് ചെയ്യുന്ന സബ് യൂണിറ്റ് സിഗ്മയാണ്. സോ നമ്മുടെ ഓപ്ഷൻസിൽ ശരി ഉത്തരം ഏതാണ്? ആൽഫ, സിഗ്മ, ഒമേഗ, ബീറ്റ. ദ റൈറ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ ബി. സിഗ്മ ഈസ് ദി റൈറ്റ് ആൻസർ. അടുത്തത് വീണ്ടും ഒരു മോളിക്കുലാർ ബയോളജിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ഭാഗമാണ് ലാക്കോപ്രോൺ കോൺസെപ്റ്റ് ഇൻ ദ കേസ് ഓഫ് ഈക്കോളൈ. ഇവിടെ ചോദ്യം വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് കണ്ടീഷൻസ് വിൽ സ്വിച്ച് ഓൺ ലാക്കോപ്രോൺ ഇൻ ഈക്കോളൈ? കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ട്. ഗ്ലൂക്കോസ് പ്ലസ് ലാക്ടോസ്. ദാറ്റ് മീൻസ് ഗ്ലൂക്കോസും ലാക്ടോസും രണ്ടും പ്രസന്റ് ആണ്, അവൈലബിൾ ആണ്. അടുത്തത് ഗ്ലൂക്കോസ് പ്രസന്റ്, ലാക്ടോസ് ആബ്സെന്റ്. ദെൻ ഗ്ലൂക്കോസ് ആൻഡ് ലാക്ടോസ് രണ്ടും ആബ്സെന്റ് ആണ്. ഗ്ലൂക്കോസ് ആബ്സെന്റ്, ലാക്ടോസ് പ്രസന്റ്. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡയഗ്രാം നോക്കാം. ഇതിൽ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നോക്കിയാൽ ഗ്ലൂക്കോസ് പ്രസന്റ് ആണ്, പക്ഷെ ലാക്ടോസ് അവിടെ ആബ്സെന്റ് ആണ്. ലാക്ടോസ് അവിടെ ആബ്സെന്റ് ആണെങ്കിൽ ഉറപ്പായിട്ട് അവിടെ ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് ആയിരിക്കും. നോക്കിയാൽ ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് ആണ്. ഗ്ലൂക്കോസ് പ്രസന്റ് ആണ്, ലാക്ടോസും പ്രസന്റ് ആണ്. രണ്ടും പ്രസന്റ് ആണെങ്കിൽ ട്രാൻസ്ക്രിപ്ഷൻ അവിടെ ഓഫ് ആയിരിക്കും. രണ്ടും ആബ്സെന്റ് ആണ്. ഗ്ലൂക്കോസ് ആൻഡ് ലാക്ടോസ് ആബ്സെന്റ് ആണെങ്കിൽ ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് ആയിരിക്കും. ഗ്ലൂക്കോസ് ആബ്സെന്റ് ആണ്, ലാക്ടോസ് പ്രസന്റ് ആണ്.
ഈ ഒരു കണ്ടീഷൻ വന്നു കഴിയുമ്പോൾ മാത്രമാണ് ട്രാൻസ്ക്രിപ്ഷൻ അവിടെ ഓൺ ആവുള്ളൂ. ഈ പോയിന്റ് ഓർത്ത് വെക്കാം കേട്ടോ. ഗ്ലൂക്കോസ് അവിടെ ആബ്സെന്റ് ആയിരിക്കണം, നോ ഗ്ലൂക്കോസ്, പക്ഷെ ലാക്ടോസ് അവിടെ പ്രസന്റ് ആയിരിക്കണം. ഈ ഒരു കണ്ടീഷനിൽ ട്രാൻസ്ക്രിപ്ഷൻ അവിടെ ഓൺ ആയിരിക്കും. സോ നമ്മുടെ ഓപ്ഷൻസിൽ ശരി ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്? നമ്മുടെ ഓപ്ഷൻസിൽ ശരി ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. മൈനസ് ഗ്ലൂക്കോസ്, ഗ്ലൂക്കോസ് ആബ്സെന്റ് പ്ലസ് ലാക്ടോസ്, ലാക്ടോസ് പ്രസന്റ്. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ആനിമൽ ഫിസിയോളജി എന്നുള്ളൊരു ചോദ്യമാണ് അടുത്തത് ചൂസ് ചെയ്തിരിക്കുന്നത്. ഫ്രം ദി ഡൈജസ്റ്റീവ് സിസ്റ്റം, ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടേഴ്സ് ബേസ് ചെയ്തിട്ടുള്ളൊരു ചോദ്യമാണ്. ക്വസ്റ്റ്യൻ നോക്കാം. വിത്ത് റെസ്പെക്ട് ടു ദ ട്രാൻസ്പോർട്ട് ഓഫ് ഗ്ലൂക്കോസ് അക്രോസ് സെൽ മെംബ്രെയിൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ട്രൂ? 3 സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണ് ട്രൂ സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദ്യം. നോക്കിയേ, ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടർ 1, ഓപ്ഷൻ 1 വന്നിരിക്കുന്നത് എന്താ? ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടർ 1 is involved in the transport across erythrocyte membrane. ഇത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുക, ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടർ 2, ഇറ്റ് ഈസ് ഇൻവോൾവ്ഡ് ഇൻ ദ ട്രാൻസ്പോർട്ട് അക്രോസ് മെംബ്രെയിൻ ഓഫ് ഇൻഡസ്റ്റൈനൽ സെൽസ് ആൻഡ് ലിവർ സെൽസ്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടർ 3 is involved in the transport across neuronal membrane, while glucose transporter 4 is involved in the transport across striated muscle membrane. ഇതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവിടെ നമുക്ക് 3 സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആയതുകൊണ്ട് തന്നെ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി, 1, 2 and 3 ആർ ട്രൂ. സി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടേഴ്സ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഭാഗം തന്നെയാണ്. അടുത്ത ചോദ്യം സർക്കുലേറ്ററി സിസ്റ്റത്തിൽ നിന്നാണ്. റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് വിത്ത് ഫ്യൂവർ ദാൻ 60 beats per minute is ഓപ്ഷൻ ബ്രാഡിക്കാർഡിയ, ടാച്ചിക്കാർഡിയ, ഫൈബ്രിലേഷൻ, നൺ ഓഫ് ദീസ്. ഇത് വളരെയധികം റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, ബ്രാഡിക്കാർഡിയ, ടാച്ചിക്കാർഡിയ. ഇവിടെ നോക്കിയാൽ 60 ബീറ്റ്സിനേക്കാളും കുറവെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുറവാണെങ്കിൽ അത് ബ്രാഡിക്കാർഡിയ ആയിരിക്കും കേട്ടോ. കുറവാണെങ്കിൽ, ലെസ് ആണെങ്കിൽ ബ്രാഡിക്കാർഡിയ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ടാച്ചിക്കാർഡിയ എന്ന് പറയുമ്പോഴേക്കും 100 അതിൽ കൂടുതലൊക്കെ വരുന്നതായിരിക്കും ടാച്ചിക്കാർഡിയ. അപ്പൊ വളരെയധികം കൂടിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ടാച്ചിക്കാർഡിയ, വളരെയധികം കുറവാണെങ്കിൽ ബ്രാഡിക്കാർഡിയ. ഇത് നമ്മുടെ ആൽഫബറ്റ് ഓർത്താൽ മതി. ആൽഫബറ്റ്സിൽ ഏറ്റവും ആദ്യം വന്നത് ബി, അപ്പൊ അത് കുറവ്. ബി ആണ് ആദ്യം വന്നത്, അതിനുശേഷമാണ് ആൽഫബറ്റ് ടി വന്നത്. അപ്പൊ ബി കുറവാണ്, അതേപോലെ തന്നെ ടി കൂടുതലാണ്. അങ്ങനെ ഓർത്ത് വെക്കാം. അപ്പൊ ഇവിടെ നമ്മുടെ ശരി ഉത്തരം ഏതാണ്? റൈറ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ ബി, ഫ്യൂവർ ദാൻ 60 beats per minute എന്നാണ് വന്നിരിക്കുന്നത്. സോ ആൻസർ ഓപ്ഷൻ എ, ബ്രാഡിക്കാർഡിയ ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻസ് ബയോ കെമിസ്ട്രി എന്നാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ബയോ കെമിസ്ട്രിയിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ബീറ്റ ഓക്സിഡേഷൻ ഓഫ് ഫാറ്റി ആസിഡ്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യം നോക്കാം. ചോദ്യം, the first step of beta oxidation involves the activation of fatty acid in the presence of. ഏത് എൻസൈമിന്റെ പ്രസൻസിലാണ് ബീറ്റ ഓക്സിഡേഷൻ ഓഫ് ഫാറ്റി ആസിഡ് നടക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. സോ ബീറ്റ ഓക്സിഡേഷൻ സംഭവിക്കുന്നതിന് മുന്നേ തന്നെ, ഫാറ്റി ആസിഡിന്റെ ഓക്സിഡേഷൻ സംഭവിക്കുന്നതിന് മുന്നേ തന്നെ നടക്കുന്ന ഒരു സ്റ്റെപ്പാണ് ആക്ടിവേഷൻ ഓഫ് ഫാറ്റി ആസിഡ്. അത് എന്തിന്റെ പ്രസൻസിലാണ് നടക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓപ്ഷൻ ATP and thiokinase enzyme, ഓപ്ഷൻ ബി കാൽഷ്യം ആൻഡ് thiokinase enzyme, ഓപ്ഷൻ സി ATP and beta keto acyl thiolase, ഓപ്ഷൻ ഡി ATP and aldehyde dehydrogenase. ഇവിടുത്തെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. നമുക്ക് അവിടെ ATP ആവശ്യമുണ്ട്. the enzyme is thiokinase. അടുത്ത ചോദ്യം, സൈറ്റ് ഓഫ് ബീറ്റ ഓക്സിഡേഷൻ ഇൻ പ്രൊകാരിയോട്സ്. ബീറ്റ ഓക്സിഡേഷന്റെ സൈറ്റ് എവിടെയാണ്? അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് they are asking about prokaryotes. പ്രൊകാരിയോട്സ് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ മൈറ്റോകോൺട്രിയ, ഓപ്ഷൻ ബി സൈറ്റോപ്ലാസം, ഓപ്ഷൻ സി പെറോക്സിസോം, ഓപ്ഷൻ ഡി ഗോൾജി. അപ്പൊ ഇവിടെ ശരി ഉത്തരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ബി സൈറ്റോപ്ലാസം ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. ഇവിടുത്തെ പോയിന്റ് എന്ന് പറയുന്നത് പ്രൊകാരിയോട്സ് ആയതുകൊണ്ടാണ് സൈറ്റോപ്ലാസം വന്നിരിക്കുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇൻസ്റ്റെഡ് ഓഫ് പ്രൊകാരിയോട്സ് അവിടെ യൂകാരിയോട്സ് ആയിരുന്നുവെങ്കിൽ ശരി ഉത്തരമായിട്ട് വരുന്നത് മൈറ്റോകോൺട്രിയ ആയേനെ. ഓക്കെ, ലൊക്കേഷൻ പ്രൊകാരിയോട്സിലും യൂകാരിയോട്സിലും വ്യത്യസ്തമാണ്. പ്രൊകാരിയോട്സിന്റെ site of beta oxidation is cytoplasm, whereas the site of beta oxidation in eukaryotes it will be mitochondria. So ഈ ചോദ്യത്തിന്റെ ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം ബയോടെക്നോളജി എന്നാണ് വന്നിരിക്കുന്നത് കേട്ടോ. ബയോടെക്നോളജിയിൽ റിപ്പീറ്റിംഗ് മോഡിൽ വരുന്ന ഒരു ചോദ്യമാണ്. വിച്ച് ഓഫ് ദീസ് ബ്ലോട്ടിംഗ് ടെക്നിക്സ് ഹെൽപ്സ് ടു എക്സ്ട്രാക്ട് RNA? ഓപ്ഷൻ എ സദേൺ ബ്ലോട്ടിംഗ്, ഓപ്ഷൻ ബി നോർത്തേൺ ബ്ലോട്ടിംഗ്, ഓപ്ഷൻ സി വെസ്റ്റേൺ ബ്ലോട്ടിംഗ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഇവിടെ ഓരോന്ന് നമുക്ക് നോക്കാം. സദേൺ ബ്ലോട്ടിംഗ് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഇറ്റ് ഈസ്
ഇറ്റ് ഹെൽപ്സ് ഇൻ ദി എക്സ്ട്രാക്ഷൻ ഓഫ് DNA. ഇനി അടുത്ത് നോക്കാം നോർത്തേൺ ബ്ലോട്ടിംഗ്. നോർത്തേൺ ബ്ലോട്ടിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഹെൽപ്സ് ഇൻ ദി എക്സ്ട്രാക്ഷൻ ഓഫ് RNA. അതേപോലെ തന്നെ വെസ്റ്റേൺ ബ്ലോട്ടിംഗ് ഇറ്റ് ഹെൽപ്സ് ടു എക്സ്ട്രാക്ട് പ്രോട്ടീൻസ്. ഈ ഒരു 3 പോയിന്റ് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഇവിടെ നമുക്ക് ശരി ഉത്തരം കിട്ടിയല്ലോ. ശരി ഉത്തരം ഏതാണ്? വിച്ച് ഓഫ് ദീസ് ബ്ലോട്ടിംഗ് ടെക്നിക് ഹെൽപ്സ് ടു എക്സ്ട്രാക്ട് RNA? RNA എന്ന് പറയുമ്പോൾ ശരി ഉത്തരമായിട്ട് വരുന്ന ഏതാണ്? നോർത്തേൺ ബ്ലോട്ടിംഗ് വിൽ ബി ദ റൈറ്റ് ആൻസർ. സോ ഓപ്ഷൻ ബി ഇസ് ദി റൈറ്റ് ആൻസർ. അടുത്തൊരു ചോദ്യം നോക്കാം. മെയിൽ ഇൻഡ്യൂസ്ഡ് ഇംപ്ലാന്റേഷൻ ഫെയിലിയർ ഇസ് നോൺ ആസ് ബ്രൂസ് എഫക്ട്, ഫ്ലെമൻ, വാൻഡർബർഗ് എഫക്ട്, വൈറ്റൻ എഫക്ട്. ഇതെന്താണ്? ഈ ടേംസ് ഒക്കെ നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാം, എന്നിട്ട് ഉത്തരത്തിലേക്ക് പോകാം. ഏറ്റവും ആദ്യം ഓപ്ഷൻ എയിൽ വരുന്ന ബ്രൂസ് എഫക്ട് കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് എ ഫിനോമിന where the pregnant female will lose the pregnancy if she is exposed to a different male within 24 hours of impregnation. മൈസിന്റെ കേസിലാണ് പറയുന്നത് കേട്ടോ. പ്രഗ്നന്റ് ഫീമെയിൽ മൈസ് ഇറ്റ് വിൽ ലോസ് ദി പ്രഗ്നൻസി. എപ്പോഴാണ് പ്രഗ്നൻസി ലോസ് ചെയ്യുന്നത്? വെൻ ഷീ ഈസ് എക്സ്പോസ് ടു ഡിഫറെന്റ് മെയിൽ, അനദർ മെയിൽ വിത്തിൻ 24 hours ഓഫ് ഇംപ്രഗ്നേഷൻ. അപ്പൊ നമുക്ക് ഉത്തരം കിട്ടിയല്ലോ. ബ്രൂസ് എഫക്റ്റ് ആണ് ശരി ഉത്തരമായിട്ട് വന്നിരിക്കുന്നത്. കാരണം മെയിൽ ഇൻഡ്യൂസ്ഡ് ഇംപ്ലാന്റേഷൻ ഫെയിലിയർ എന്നല്ല പറയുന്നത്. അത് തന്നെയാണ് ഈ ഒരു ഡെഫിനിഷൻ ഉദ്ദേശിക്കുന്നത്. എന്നാലും ബാക്കിയുള്ള 3 ടേംസ് കൂടി നമുക്കൊന്ന് നോക്കാം. വാൻഡർബർഗ് എഫക്ട്, that is induction of early menarche in mice due to exposure to the urine of mature dominant male mouse. ഒരു മെച്ചുവർ ആയിട്ടുള്ള മെയിൽ മൗസിന്റെ ഒരു യൂറിനോട് എക്സ്പോസ്ഡ് ആവുമ്പോൾ ഫീമെയിൽ മൈസിൽ ഏർലി മെനാർക്ക് അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത ഫ്ലമൻ റെസ്പോൺസ് പറയുന്നത് ഇതൊരു തരത്തിലുള്ള റെസ്പോൺസ് ആണ്, ബിഹേവിയറൽ റെസ്പോൺസ്. മെയിൽ മാമൽസിലൊക്കെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. എപ്പോഴാണ്? വെന്റെ ഡിക്റ്റഡ് പെർട്ടിക്കുലർ സ്മെൽ ആവണമെന്നില്ല കേട്ടോ. ഇവരുടെ മെയിൽ ഫിറോമോൺസിന്റെ പ്രസൻസിലാണെങ്കിൽ പോലും ഫിറോമോൺസ് ഫ്രം ദി ഫീമെയിൽസ്, മെയിലിലല്ലേ ഈ ബിഹേവിയറൽ റെസ്പോൺസ് വരുന്നത്. എപ്പോഴാണ് ഈ ബിഹേവിയറൽ റെസ്പോൺസ് വരുന്നത്? വെന്റെ ഡിക്റ്റഡ് സ്മെൽ ഫ്രം ഫീമെയിൽ, അല്ലെങ്കിൽ ഫീമെയിൽസിന്റെ ഫിറോമോൺസിന്റെ പ്രസൻസ് ആണെങ്കിൽ അവർക്ക് കുറച്ച് ബിഹേവിയറൽ ചേഞ്ചസ് വരുന്നുണ്ട്. എങ്ങനെയാണ്? ക്യാരക്ടറൈസ്ഡ് ബൈ കേളിംഗ് ഓഫ് അപ്പർ ലിപ്പ് ആൻഡ് റേസിംഗ് ഓഫ് ഹെഡ്. ഇത് മെയിൽ മാമൽസിലാണ് കാണുന്നത്. പിന്നെ അടുത്ത വൈറ്റൻ എഫക്ട്. ഇറ്റ് ഈസ് ദി എഫക്ട് ഓഫ് അഡൽട്ട് മെയിൽ യൂറിൻ ടു ഇൻഡ്യൂസ് ആൻഡ് സിൻക്രണൈസ് ഈസ്ട്രസ് ഇൻ ഫീമെയിൽ സൈക്കിൾ. അതാണ് വൈറ്റൻ എഫക്ട് എന്ന് പറയുന്നത്. ഇറ്റ്സ് ദി എഫക്ട് ഓഫ് അഡൽട്ട് മെയിൽ യൂറിൻ ടു ഇൻഡ്യൂസ് ആൻഡ് സിൻക്രണൈസ് ഈസ്ട്രസ് ഇൻ ഫീമെയിൽ മൈസ്. സോ നമുക്ക് ഓൾറെഡി ശരി ഉത്തരം ഇവിടെ ലഭിച്ചിട്ടുണ്ട്. ശരി ഉത്തരം ഏതാണ്? ഇംപ്ലാന്റേഷൻ ഫെയിലിയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മെയിൽ ഇൻഡ്യൂസ്ഡ് ഇംപ്ലാന്റേഷൻ ഫെയിലിയർ. ശരി ഉത്തരം ബ്രൂസ് എഫക്ട് ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഈ ഒരു ചോദ്യം ഡെവലപ്മെന്റൽ ബയോളജി എടുത്തിരിക്കുന്നതാണ്. ഡെവലപ്മെന്റൽ ബയോളജിയിൽ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പാർത്തനോജനസിസ്. പാർത്തനോജനസിസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണിത്. And the question is, when males are produced from unfertilized egg, it is termed as. അപ്പോൾ ഫെർട്ടിലൈസേഷൻ നടക്കാത്ത എഗ്ഗിൽ നിന്ന് മെയിൽസ് ഫോം ചെയ്യുകയാണെങ്കിൽ അത് ഏതാണെന്നാണ് ചോദ്യം. സോ അൺഫെർട്ടിലൈസ്ഡ് എഗ്ഗിൽ നിന്ന് സൈഗോട്ട് ഫോം ചെയ്തതിന്റെ പറയുന്ന പേര് പാർത്തനോജനസിസ് എന്നാണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാർത്തനോജനസിസ് ആണ് ഈ ഓപ്ഷൻസിൽ കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ എ തെലിടോക്കി, ഓപ്ഷൻ ബി ഡ്യൂട്രോടോക്കി, ഓപ്ഷൻ സി അർഹനോടോക്കി ആൻഡ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ്. ഇവിടെ മെയിൽ ആണ് അൺഫെർട്ടിലൈസ്ഡ് എഗ്ഗിൽ നിന്ന് ഫോം ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പോയിന്റ് ആണ് ഓർത്തിരിക്കേണ്ടത്. മെയിൽസ് ഫോംഡ് ഫ്രം അൺഫെർട്ടിലൈസ്ഡ് എഗ്. ഈ ഒരു ടൈപ്പ് ഓഫ് പാർത്തനോജനസിസിന് പറയുന്ന പേരാണ് അർഹനോടോക്കി. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ സി അർഹനോടോക്കി ഇസ് ദ റൈറ്റ് ആൻസർ. അർഹനോടോക്കി എന്ന് പറയുമ്പോൾ മെയിൽ ആണ് പാർത്തനോജനസിസ് വഴി ഫോം ചെയ്യുന്നത്. തെലിടോക്കി ആണെങ്കിലോ ഫീമെയിൽ ആയിരിക്കും ഫോം ചെയ്യുന്നത്. ഡ്യൂട്രോടോക്കി ആണെങ്കിലോ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ഫോംസ്. സോ ഇൻ ദിസ് ക്വസ്റ്റ്യൻ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. അടുത്തൊരു ചോദ്യം ഡെവലപ്മെന്റൽ ബയോളജിയിൽ നിന്ന് തന്നെയാണ്. ടൈപ്പ് ഓഫ് പ്ലാസ്റ്റുല ദാറ്റ് ഇസ് സീൻ ഇൻ ഇൻസെക്ട്. ടൈപ്പ് ഓഫ് പ്ലാസ്റ്റുല ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അപ്പൊ ഇതില് എക്സാമ്പിൾ തന്നിട്ട് അതിൽ ഏത് പ്ലാസ്റ്റുല ടൈപ്പ് ആണ് വരുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സീലോബ്ലാസ്റ്റുല, സ്റ്റീരിയോബ്ലാസ്റ്റുല, ഡിസ്കോബ്ലാസ്റ്റുല, ദെൻ പെരിബ്ലാസ്റ്റുല. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇൻസെക്ടിന്റെ ബ്ലാസ്റ്റുല ടൈപ്പ് എന്നാണ് ചോദ്യം. ശരി ഉത്തരം പെരിബ്ലാസ്റ്റുല. ജനറ്റിക്സ് എന്നുള്ള ഒരു ചോദ്യമാണ്. എ ജീൻ ഇൻഫ്ലുവൻസസ് 2 or more seemingly unrelated phenotypic trait is termed as. ഒരു ജീൻ തന്നെ, ഒരു സിംഗിൾ ജീൻ മൾട്ടിപ്പിൾ അൺറിലേറ്റഡ് ട്രേറ്റ്സിനെ, ഫിനോട്ടിപ്പിക് ട്രേറ്റ്സിനെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ പോളിജീൻ.
പോളിജീൻ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ മൾട്ടിപ്പിൾ ജീൻസ് വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അത് നമുക്ക് റോങ് ആയിട്ട് പറയാലോ, കാരണം എ സിംഗിൾ ജീൻ ആണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, മൾട്ടിപ്പിൾ ജീൻ അല്ല, പോളിജീൻ അല്ല. ദെൻ ഓപ്ഷൻ ബി കോഡോമിനന്റ്. ദെൻ പ്ലിയോട്രോപ്പിക് വരുന്നുണ്ട് ഓപ്ഷൻ സി. ദെൻ ഓപ്ഷൻ ഡി ക്രിപ്റ്റിക് ജീൻ. അപ്പൊ ഇവിടെ ശരി ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, പ്ലിയോട്രോപ്പിക് ആണ്. ഒത്തിരി തവണ സെറ്റ് സുവോളജി എക്സാമിന് പ്ലിയോട്രോപ്പിക് ആൻസർ ആയിട്ട് വരുന്ന ചോദ്യം ഉണ്ടായിട്ടുണ്ട്. ഇതൊരു ഇമ്പോർട്ടന്റ് ഭാഗം തന്നെയാണ്. Question from the genetics: the F1 hybrid ratio of 9:3:4 is observed when the genes involved exhibit option dominant epistasis, codominance, complementary gene interaction and recessive epistasis. ഇവിടെ ശരി ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി റെസസീവ് എപ്പിസ്റ്റാസിന്റെ F1 ഹൈബ്രിഡ് റേഷ്യോ ആണ് 9:3:4 എന്ന് പറയുന്നത്. ഇത് ഓർത്തിരിക്കാനായിട്ട് വളരെ എളുപ്പമാണ്. നമുക്ക് നോർമൽ മെന്റീലിയൻ റേഷ്യോ അറിയാലോ, ഡൈഹൈബ്രിഡ് റേഷ്യോ 9:3:1. റെസസീവ് എപ്പിസ്റ്റാസിസ് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് വരുന്ന 2 ഡിജിറ്റ് ആഡ് ചെയ്താൽ മതി. സോ നമുക്ക് അവിടെ 4 ലഭിക്കുമല്ലോ. അറ്റ് ദ സെയിം ടൈം ഡോമിനന്റ് എപ്പിസ്റ്റാസിസ് ആണെങ്കിൽ ആദ്യത്തെ 2 ഡിജിറ്റ്സ് തമ്മിൽ ആഡ് ചെയ്യാം. അപ്പൊ എത്ര വരും? ആദ്യത്തെ 2 ഡിജിറ്റ്സ് ആണെങ്കിൽ ഡോമിനന്റ് എപ്പിസ്റ്റാസിന്റെ കാര്യമാണ് പറയുന്നത്. സോ ഇറ്റ് വിൽ ബി 12:3:1 നമുക്ക് ഉത്തരവായിട്ട് ലഭിക്കും. അപ്പൊ അങ്ങനെ ഓർത്ത് വെക്കാനായിട്ട് കുറച്ച് എളുപ്പമുണ്ട്. ഇവിടെ റെസസീവ് എപ്പിസ്റ്റാസിസ് ആയതുകൊണ്ട് റേഷ്യോ 9:3:4. സെയിം ചോദ്യം തന്നെ, ഇൻസ്റ്റെഡ് ഓഫ് 9:3:4 if it is 12:3:1 then the answer will be dominant epistasis. സൈറ്റോളജിയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് സെൽ ഫേസസ്. അതിനെ ബേസ് ചെയ്തിട്ട് ചോദ്യം ചോദിക്കാറുണ്ട്, സെൽ സൈക്കിളിന്റെ ഫേസസ്. Replication of DNA take place during option M phase of cell cycle, G1 phase of cell cycle, G2 phase of cell cycle, S phase of cell cycle. ഇതിന്റെ കറക്റ്റ് ഓർഡർ നമുക്ക് നോക്കാം. ആദ്യം വരുന്ന G1 ആണ്, then comes S, then G2, then M. M phase ആണ് നമ്മുടെ ഡിവിഷൻ ഫേസ്, അതായത് ബോത്ത് മൈറ്റോസിസ് ആൻഡ് മിയോസിസ് ഒക്കെ ഈ ഒരു ഫേസിലാണ് വരുന്നത്. സോ റെപ്ലിക്കേഷൻ നടക്കുന്നത് ഏത് ഫേസ് ആണ്? എസ് ഫേസിലാണ് റെപ്ലിക്കേഷൻ നടക്കുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഏതാണ്? ദ റൈറ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ ഡി. എസ് ഫേസ് ഓഫ് സെൽ സൈക്കിൾ ഈസ് ദി റൈറ്റ് ആൻസർ. ബയോഫിസിക്സിൽ മൈക്രോസ്കോപ്പ് ആ ഒരു ടോപ്പിക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ തന്നെ റിപ്പീറ്റിംഗ് ആയിട്ട് സെറ്റ് സുവോളജി ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ്. Phase contrast microscope is used to. അതാണ് ചോദ്യം. ഓപ്ഷൻ എ localized cell structure stained with the fluorochromes. Option B to study cells and their components in a living state using a phase difference in light rays. Option C for increasing the resolving power. Option D for obtaining X-ray diffraction pattern of DNA. ഇവിടുത്തെ ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, to study their cell components in living state. അടുത്ത ചോദ്യം മ്യൂട്ടേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. മ്യൂട്ടേഷൻ ദാറ്റ് ലീഡ്സ് ടു ദ റീപ്ലേസ്മെന്റ് ഓഫ് പ്യൂറിൻ ബൈ അനദർ pyrimidine is known as. ഓപ്ഷൻ ട്രാൻസിഷൻ, ട്രാൻസ്വേർഷൻ, ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ ആൻഡ് മിസ്സെൻസ് മ്യൂട്ടേഷൻ. ഇത് മ്യൂട്ടേഷൻ മൂലം പ്യൂറിൻ ആൻഡ് pyrimidine നമുക്കറിയാലോ, അത് ബേസസ് ആണ്. ആസ് എ റിസൾട്ട് ഓഫ് മ്യൂട്ടേഷൻ പ്യൂറിൻ മാറി മറ്റൊരു pyrimidine വരുന്നു. അങ്ങനെയുള്ള മ്യൂട്ടേഷൻ ടൈപ്പ് ഏതാണെന്നാണ് ചോദ്യം. അപ്പൊ ആദ്യം പ്യൂറിൻസും pyrimidinസും ഏതൊക്കെയാണെന്നുള്ള കൃത്യമായിട്ട് അറിയാം. 4 ബേസസ്, അഡിനിൻ, ഗ്വാനിൻ, അതേപോലെ തന്നെ തൈമിൻ, സൈറ്റോസിൻ. ദെൻ യുറാസിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻ ദ കേസ് ഓഫ് RNA അഡിനിനും ഗ്വാനിനും ആണ് പ്യൂറിൻസ്, ദെൻ സൈറ്റോസിൻ, യുറാസിൽ, തൈമിൻ ആണ് pyrimidines ബേസസ് വരുന്നത്. അപ്പൊ ഇവിടെ ആസ് എ റിസൾട്ട് ഓഫ് മ്യൂട്ടേഷൻ പ്യൂറിൻ മാറി പകരം pyrimidine ആണ് വരുന്നത്. നോക്കിയാൽ സ്ട്രക്ചറലി പ്യൂറിനും pyrimidine വ്യത്യാസം വരുന്നുണ്ട്. അങ്ങനെയുള്ള മ്യൂട്ടേഷൻ ടൈപ്പ് ഏതാന്നുള്ളത് നോക്കാം. അപ്പൊ മെയിൻലി ഈ ഒരു മ്യൂട്ടേഷൻ ടൈപ്പ് 2 പേരാണ് നമ്മൾ പഠിക്കേണ്ടത്, ട്രാൻസിഷൻ ആൻഡ് ട്രാൻസ്വേർഷൻ. ഡയഗ്രാം നോക്കാം. അപ്പൊ ട്രാൻസിഷൻ നോക്കിയേ, മ്യൂട്ടേഷൻ സംഭവിച്ചത് മൂലം അഡിനിൻ ഗ്വാനിൻ ആയിട്ട് മാറി. ഡയഗ്രാം നിങ്ങൾ നോക്കാം. അഡിനിൻ ഗ്വാനിൻ ആയിട്ട് മാറി. അഡിനിനും ഗ്വാനിനും ഏതാണ്? രണ്ടും പ്യൂറിൻ ആണ്. സോ ആസ് എ റിസൾട്ട് ഓഫ് മ്യൂട്ടേഷൻ ഒരു പ്യൂറിൻ മാറി മറ്റൊരു പ്യൂറിൻ ആയിട്ട് മാറുകയാണെങ്കിൽ അതിനെയാണ് ട്രാൻസിഷൻ എന്ന് പറയുന്നത്. സോ പ്യൂറിൻ മാറി മറ്റൊരു പ്യൂറിൻ ആയിട്ട് മാറി, അതാണ് ട്രാൻസിഷൻ. അതേപോലെ തന്നെ pyrimidine മാറി മറ്റൊരു pyrimidine വരാം. നോക്കിയേ താഴെ നോക്കിയേ, സൈറ്റോസിൻ അവിടെ തൈമിൻ ആയിട്ട് മാറിയിട്ടുണ്ട്, സൈറ്റോസിൻ തൈമിൻ ആയിട്ട് മാറിയിട്ടുണ്ട്. അതിനെ നമ്മൾ ട്രാൻസിഷൻ എന്ന് തന്നെയാണ് പറയുന്നത് അല്ലെ. അപ്പൊ അവിടെ വന്നിരിക്കുന്ന എന്താ?
പ്യൂരിൻ മാറി മറ്റൊരു പ്യൂരിനായിട്ട് മാറി, അല്ലെങ്കിൽ പിറമിഡിൻ മാറി മറ്റൊരു പിറമിഡിനായിട്ട് മാറി. ഈ രണ്ട് കേസും ട്രാൻസിഷൻ എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് ചോദ്യം വന്നിരിക്കുന്നത് എന്താണ്? പ്യൂരിൻ മാറി പിറമിഡിനായിട്ട് മാറുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് മ്യൂട്ടേഷന് പറയുന്ന പേരെന്താണെന്നാണ് ചോദ്യം. ഹിയർ ദ റൈറ്റ് ആൻസർ വിൽ ബി ട്രാൻസ്വേർഷൻ. അപ്പൊ നിങ്ങൾ ഡയഗ്രാം ശ്രദ്ധിക്കുക, ട്രാൻസ്വേർഷൻ നോക്കുക. ട്രാൻസ്വേർഷന്റെ കേസിൽ ഇവിടെ നോക്കിയ അഡിനിൻ ആണ് വന്നിരിക്കുന്നത്. അതേപോലെ നോക്കിയ സൈറ്റോസിനും. അഡിനിൻ എന്ന് പറയുന്നത് പ്യൂറിൻ ആണ്. അഡിനിൻ ഇസ് എ പ്യൂറിൻ. സൈറ്റോസിൻ എന്ന് പറയുന്നത് പിറമിഡിൻ ആണ്. സോ ഹിയർ ആസ് എ റിസൾട്ട് ഓഫ് മ്യൂട്ടേഷൻ അഡിനിൻ മാറി സൈറ്റോസിൻ വന്നു. അപ്പൊ അങ്ങനെയുള്ള മ്യൂട്ടേഷൻ ടൈപ്പിനെ പറയുന്ന പേരാണ് ട്രാൻസ്വേർഷൻ. അതായത് ഒരു പ്യൂറിൻ മാറി മറ്റൊരു പിറമിഡിൻ, അല്ലെങ്കിൽ പിറമിഡിൻ മാറി മറ്റൊരു പ്യൂറിൻ വരും. സോ ദിസ് ടൈപ്പ് ഓഫ് മ്യൂട്ടേഷൻ ഇസ് നോൺ ആസ് ട്രാൻസ്വേർഷൻ. സോ നമ്മുടെ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി, ട്രാൻസ്വേർഷൻ ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം ആനിമൽ ഡൈവേഴ്സിറ്റിയിൽ നിന്നാണ്. നോൺ കോഡേറ്റർ, അതിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. For the following invertebrate structures or organs, identify major function and the animal group in which they are found. ഇവിടെ കൊടുത്തിരിക്കുന്നത് നെമാറ്റോസിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, അതാണ് എ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. പ്രോട്ടോനെഫ്രീഡി ആണ് ബി, മാൽഫീജിയൻ ട്യൂബ്യൂൾ സി, റാഡുല ഡി. ഈ 4 ഓപ്ഷൻസ് നോക്കുക. 4 ഓപ്ഷൻസിലും ഏതാണ് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യാൻ പറ്റുന്നുള്ള നോക്കുക. ഈ ഓർഗൻസും അവരുടെ ഫങ്ഷൻസും ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ഓപ്ഷൻ പറയുന്നത് എന്താണ്? എ, പോറിഫറ സ്കെൽറ്റൽ സപ്പോർട്ട്. എ എന്ന് പറയുന്നത് എന്താണ്? നെമാറ്റോസിസ്റ്റ്. പറയുന്നത് നെമാറ്റോസിസ്റ്റ് പോറിഫറയിലാണ് കാണുന്നത്, അത് സ്കെൽറ്റൽ സപ്പോർട്ട് ആണ് കൊടുക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ അത് നോക്കുക, അത് റോങ് ആണ്. ഈ ഒരു പോയിന്റ് റോങ് ആണ്. കാരണം നെമാറ്റോസിസ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രേ ക്യാപ്ചർ അല്ലെങ്കിൽ ഒരു ഡിഫൻസ്, അതിനെല്ലാമാണ് ഹെൽപ്പ് ചെയ്യുന്നത്. മാത്രമല്ല ഇത് നമുക്ക് കാണാൻ പറ്റുന്നത് സീലൻഡ്രേറ്റ്സയിലാണ്, സീലൻഡ്രേറ്റ് ഗ്രൂപ്പിലാണ്, ക്ലാസ് സീലൻഡ്രേറ്റയിലാണ് കാണാൻ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഓപ്ഷൻ നമുക്ക് റോങ് എന്ന് പറയാം, ബിക്കോസ് അത് പോറിഫറയാണ് പറഞ്ഞിരിക്കുന്നത്, സ്കെൽറ്റൽ സപ്പോർട്ട് ആണ് പറഞ്ഞിരിക്കുന്നത്, റോങ് പറയാം. രണ്ടാമത്തെ നോക്കാം, ആന്തോസോവ പ്രേ ക്യാപ്ചർ. അപ്പൊ അത് കറക്റ്റ് ആണ്, ബിക്കോസ് ആന്തോസോവ എന്ന് പറയുന്നത് സീലൻഡ്രേറ്റയിൽ വരുന്ന ക്ലാസ് ആണ്. ദെൻ മൂന്നാമത്തെ ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത് പ്ലനേരിയ എസ്ക്രീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതും റോങ് ആണ്, കാരണം അത് എസ്ക്രീറ്ററി ഓർഗൻ അല്ല നെമാറ്റോസിസ്റ്റ് എന്ന് പറയുന്നത്. അതേപോലെ നാലാമത്തെ ഓപ്ഷൻ നോക്കുക, ആന്തോസോവ പ്രേ ക്യാപ്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതും കറക്റ്റ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഫസ്റ്റ് ഓപ്ഷനും തേർഡ് ഓപ്ഷനും അവിടെ റോങ് എന്ന് പറയാം. ഇനി അടുത്ത നോക്കാം, രണ്ടാമത്തത് പ്രോട്ടോനെഫ്രീഡിയ. പ്രോട്ടോനെഫ്രീഡിയ ആണ് ബി ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ പ്രോട്ടോനെഫ്രീഡിയ ഹെൽപ്പ് ചെയ്യുന്നത് എന്തിനാണ്? പ്രോട്ടോനെഫ്രീഡിയ എസ്ക്രീഷൻ ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. അതേപോലെ തന്നെ മാൽഫീജിയൻ ട്യൂബ്യൂൾസും ആണെങ്കിലും എസ്ക്രീഷനിലാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി ഇത് ഏതൊക്കെ ഗ്രൂപ്പിൽ വരുന്നത് എന്ന് നമുക്ക് നോക്കാം. എന്തായാലും ആദ്യത്തെ മൂന്നാമത്തെ ഓപ്ഷൻ നമുക്ക് നോക്കേണ്ട കാര്യമില്ല, രണ്ടാമത്തെ നാലാമത്തെ ഓപ്ഷൻ മാത്രം നോക്കാം. ബി കൊടുത്തിരിക്കുന്നത് നോക്കിയേ, പ്രോട്ടോനെഫ്രീഡിയ പ്ലനേരിയയില് എസ്ക്രീഷൻ. അത് കറക്റ്റ് ആണ്, പ്ലനേരിയ എസ്ക്രീഷൻ കറക്റ്റ് ആണ്. അതേപോലെ തന്നെ നാലാമത്തെ ഓപ്ഷനും പ്ലനേരിയ എസ്ക്രീഷൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സി നോക്കാം, മാൽഫീജിയൻ ട്യൂബ്യൂൾസ്. മാൽഫീജിയൻ ട്യൂബ്യൂളും എക്സ്ക്രീഷൻ ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഓപ്ഷനിൽ നോക്കുക, സി കൊടുത്തിരിക്കുന്നത് നോക്കുക. സി കൊടുത്തിരിക്കുന്നത് മൊളസ്ക എക്സ്ക്രീഷൻ എന്നാണ്. അപ്പൊ മൊളസ്കയിൽ വരുന്ന എക്സ്ക്രീറ്ററി ഓർഗൻ എന്തായാലും മാൽഫീജിയൻ ട്യൂബ്യൂൾ അല്ല. അപ്പൊ ഇത് നമുക്ക് റോങ് കൊടുക്കാം. എന്തായാലും രണ്ടാമത്തെ ഓപ്ഷന് നമുക്ക് റോങ് ആയിട്ട് പറയാം. മാൽഫീജിയൻ ട്യൂബ്യൂൾ എന്ന് പറയുന്ന നാലാമത്തെ ഓപ്ഷനിൽ നോക്കുക, ഇൻസെക്ടയിലാണ് വരുന്നത് കേട്ടോ. ആർത്രോപോഡ, ഫൈലം ആർത്രോപോഡ, ക്ലാസ് ഇൻസെക്ടയില് എക്സ്ക്രീറ്ററി ഓർഗൻ ആയിട്ട് മാൽഫീജിയൻ ട്യൂബ്യൂൾസ് വരുന്നുണ്ട്. ആൻഡ് ഡി നോക്കുക, റാഡുല വരുന്നത് എവിടെയാണ്? മൊളസ്കയിലാണ്. മൊളസ്കയില് ഫുഡ് പ്രോസസ്സിംഗിന് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ നമുക്ക് ശരി ഉത്തരമായിട്ട് ഏതാണ് പറയാൻ പറ്റുന്നത്? ഓപ്ഷൻ 4 ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. നെമാറ്റോസിസ്റ്റ് സിലൻഡ്രേറ്റയിൽ വരുന്നു. പ്രേ ക്യാപ്ചർ സിലൻഡ്രേറ്റയിൽ ഒരു ക്ലാസ് ആണ് ആന്തോസോവ എന്ന് പറയുന്നത്. പ്രോട്ടോനെഫ്രീഡിയ പ്ലനേരിയ എസ്ക്രീഷൻ, മാൽഫീജിയൻ ട്യൂബിൾ ഇൻസെക്ട് എക്സ്ക്രീഷൻ, റാഡുല mollusca food processing. So fourth option is the right answer. അടുത്ത ചോദ്യം എവല്യൂഷനിൽ വരുന്നൊരു ടോപ്പിക്കാണ് ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം. സെറ്റ് സുവോളജി ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റിംഗ് ആയിട്ട് ഹാർഡി വെയിൻബർഗ് ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. ഈ ഒരു ചോദ്യത്തിൽ പറയുന്നത് റെഡ് ഹെയർ ഒരു റെസസീവ് ട്രേറ്റ് ആണ് ഇൻ ദ കേസ് ഓഫ് ഹ്യൂമൻ. In a randomly mating population in Hardy-Weinberg equilibrium, approximately 9% individuals are red hair. Then what is the frequency of heterozygote? അതാണ് ചോദ്യം.
അപ്പൊ ചോദ്യത്തിൽ തന്നിരിക്കുന്ന 9% റെഡ് ഹെയർഡ് ആണ് ആൻഡ് ദാറ്റ് ഈസ് എ റെസസീവ് ട്രേറ്റ്. ദാറ്റ് മീൻസ് ഇവിടെ തന്നിരിക്കുന്നത് Q squared ആണ് തന്നിരിക്കുന്നത് 9%. That will be 9 divided by 100. That will be 0.09. ഇനി നമുക്ക് Q കണ്ടുപിടിക്കാലോ. Q root of 0.09. That will be 0.3 ആണ് നമുക്ക് ഉത്തരം ലഭിക്കുന്നത്. അടിവൈബിന്റെ മെയിൻ ഇക്വേഷൻ അറിയാലോ. P plus Q is equal to 1 ആണ്. സോ അതിൽ P എന്ന് പറയുന്നത് നമ്മുടെ ഡോമിനന്റ് അല്ലിൽ, Q എന്ന് പറയുന്നത് റെസസീവ് അല്ലിലാണ്. സോ നമുക്ക് Q എന്താണെന്നുള്ള ലഭിച്ചു 0.3 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ P കണ്ടുപിടിക്കണം. P കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? 1 minus Q, that is equal to 1 minus 0.3 and we will get 0.7 as P. So P ലഭിച്ചു, Q ലഭിച്ചു. P എത്രയാണ്? 0.7. Q എത്രയാണ് ലഭിച്ചിരിക്കുന്നത്? 0.3. ഇനി നമുക്ക് ചോദ്യം കണ്ടുപിടിക്കാനുള്ളത് ഫ്രീക്വൻസി ഓഫ് ഹെട്രോസൈഗോട്ട് ആണ്. നമ്മുടെ ചോദ്യത്തിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫ്രീക്വൻസി ഓഫ് ഹെട്രോസൈഗോട്ട്. അതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ അതെങ്ങനെയാണ്? ഹെട്രോസൈഗോട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? ഫ്രീക്വൻസി ഓഫ് ഹെട്രോസൈഗോട്ട് കണ്ടുപിടിക്കാനായിട്ട് 2pq ആണ് എടുക്കേണ്ടത് അല്ലെ? ഹെട്രോസൈഗോട്ട് ആണ്. ഹെട്രോസൈഗോട്ട് എപ്പോഴും നമുക്ക് അവിടെ 2 എണ്ണം വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് 2pq ആണ് എടുക്കേണ്ടത്. ഇതില് നമുക്കിനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 2 into 0.7 into 0.3, 2 into 0.21. So we will get the answer as 0.42. അതായത് 42%. നമുക്ക് അവിടെ ഉത്തരം ലഭിച്ചു എത്രയാണ്? ഓപ്ഷൻ സി ആണ്. 42% is the right answer. അപ്പൊ എങ്ങനെയാണ് 42% ലഭിച്ചു എന്ന് കൃത്യമായിട്ട് മനസ്സിലായല്ലോ. ഹെട്രോസൈഗോട്ട് ആയതുകൊണ്ട് അവിടെ 2 ഇട്ട് കൊടുക്കാനായിട്ട് മറക്കരുത്. മെയിൻ ഇക്വേഷൻ ആണ് P plus Q is equal to 1. ഇതുമായിട്ട് ബേസ് ചെയ്തിട്ട് ഏത് പ്രോബ്ലം വന്നാലും നമുക്ക് ഇതേപോലെ തന്നെ ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിക്കാനായിട്ട് ചോദ്യത്തിൽ ഉണ്ടാവും. ഐദർ P or Q. അപ്പൊ P ഉണ്ടെങ്കിൽ Q നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ Q ഉണ്ടെങ്കിൽ P യും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതനുസരിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാം. ഇവിടെ ഹെട്രോസൈഗോട്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ 2pq ആണ് ഹെട്രോസൈഗോട്ടിന്റെ കണ്ടുപിടിക്കാനായിട്ട് എടുക്കേണ്ടത്. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ സി, 42%. The question, what is the significance of meroblastic cleavage? Options, it allows for the formation of a blastula. It allows for the development of large eggs with lot of yolk. Option C, it allows for the formation of specialized cells and tissues. And option D, it sets the stage for gastrulation and organogenesis. ഇവിടെ മീറോബ്ലാസ്റ്റിക് ക്ലീവേജിന്റെ സിഗ്നിഫിക്കൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ശരി ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇറ്റ് അലൗസ് ഫോർ ദി ഡെവലപ്മെന്റ് ഓഫ് ലാർജ് എഗ്സ് വിത്ത് ലോട്ട്സ് ഓഫ് യോക്ക്. ഈ ഒരു ഭാഗം വരുന്നത് ടൈപ്സ് ഓഫ് ക്ലീവേജ്, ആ ഒരു ടോപ്പിക്കിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ടൈപ്സ് ഓഫ് ക്ലീവേജിൽ വരുന്ന ഒരു ടൈപ്പ് ആണ് മീറോബ്ലാസ്റ്റിക് ക്ലീവേജ് എന്ന് പറയുന്നത്. മീറോബ്ലാസ്റ്റിക് ക്ലീവേജ് ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ക്ലീവേജിലാണ് ദ ഡിവിഷൻ വിൽ ബി കൺഫൈൻഡ് ടു where active cytoplasm is concentrated. ആക്റ്റീവ് സൈറ്റോപ്ലാസം ഉള്ള ഭാഗത്ത് മാത്രമാണ് ഡിവിഷൻ സംഭവിക്കുന്നത്. ഇത് 2 types ഉണ്ട്. And the one is discoidal cleavage. Discoidal cleavage കാണുന്നത് റെപ്റ്റൈൽസും അതേപോലെ തന്നെ ബേർഡ്സിലാണ് ഡിസ്കോയിഡൽ ക്ലീവേജ് കാണുന്നത്. എക്സാമ്പിൾസ് ഇമ്പോർട്ടന്റ് ആണ്. എക്സാമ്പിൾ റെപ്റ്റൈൽസ് അതേപോലെ തന്നെ ബേർഡ്സും വരുന്നുണ്ട്. മീറോബ്ലാസ്റ്റിക് ക്ലീവേജിന്റെ സെക്കൻഡ് ടൈപ്പ് ആണ് സൂപ്പർഫിഷ്യൽ ക്ലീവേജ്. സൂപ്പർഫിഷ്യൽ ക്ലീവേജ് എന്ന് പറയുമ്പോൾ അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ഇൻസെക്ട് ആണ്. ഇൻസെക്ടിന്റെ ബ്ലാസ്റ്റുല ടൈപ്പ് ഏതാന്നുള്ളത് ഓൾറെഡി ഒരു ചോദ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇൻസെക്ടിന്റെ ക്ലീവേജ് ടൈപ്പ് ചോദിക്കുമ്പോൾ അത് സൂപ്പർഫിഷ്യൽ ക്ലീവേജ് ആണ്. സോ മീറോബ്ലാസ്റ്റിക് ക്ലീവേജിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ഇറ്റ് അലൗസ് ഫോർ ദി ഡെവലപ്മെന്റ് ഓഫ് ലാർജ് എഗ്സ് വിത്ത് ലോട്ട്സ് ഓഫ് യോക്ക്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്തത് ടാക്സോണമിയിൽ നിന്ന് സെലക്ട് ചെയ്തിരിക്കുന്ന ചോദ്യങ്ങളാണ്. ടാക്സോണമിന്ന് റിപ്പീറ്റിംഗ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ് ക്ലാസിഫിക്കേഷൻ. ആദ്യത്തെ ചോദ്യം നോക്കാം. 7 levels of classification was proposed by option A അരിസ്റ്റോട്ടിൽ, ഓപ്ഷൻ ബി ലിനേയസ്, ഓപ്ഷൻ സി വിറ്റാക്കർ, ഓപ്ഷൻ ഡി കാൾ വോയ്സ്. ഇവിടെ 7 levels എന്ന് പറയുന്നത് ഏതാന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യത്തെ നോക്കാം. കിങ്ഡം, ഫൈലം, class, order, family,
ജനസ് ആൻഡ് സ്പീഷ്യസ്. ഇതാണ് ക്ലാസിഫിക്കേഷന്റെ 7 ലെവൽസ് എന്ന് പറയുന്നത് അല്ലെ. അവിടെ നമുക്ക് 7 വരുന്നുണ്ടല്ലോ. ഈ ഒരു 7 ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ ആരാണ് പ്രപ്പോസ് ചെയ്തത്? ശരി ഉത്തരം ഓപ്ഷൻ ബി, ലിനേയസ് ആണ് കറക്റ്റ് ഉത്തരവായിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യം, പ്ലേസ് ഇൻ കറക്റ്റ് ഓർഡർ. ഈ തന്നിരിക്കുന്ന 7 ലെവൽസ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കറക്റ്റ് ഓർഡറിൽ കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കിങ്ഡം, ക്ലാസ്, ഓർഡർ, ജനസ്, ഡൊമൈൻ, സ്പീഷ്യസ്, അതാണ് ഓപ്ഷൻ എ. അതേപോലെ തന്നെ ബിയും സിയും ഡിയും കൊടുത്തിട്ടുണ്ട്. ഇതിൽ കറക്റ്റ് ഓർഡറിൽ പ്ലേസ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്ക് അഡീഷണൽ ആയിട്ട് ഓൾറെഡി നമ്മൾ ഇവിടെ ലെവൽസ് കൃത്യമായിട്ട് കറക്റ്റ് ഓർഡറിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ അഡീഷണൽ ആയിട്ട് ഡൊമൈൻ വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഡൊമൈൻ നമ്മൾ എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഡൊമൈൻ ഷുഡ് ബി പ്ലേസ്ഡ് ബിഫോർ കിങ്ഡം. ഡൊമൈൻ ആണ് ഏറ്റവും ആദ്യം വരേണ്ടത്. 7 ലെവൽസ് ചോദിക്കുമ്പോൾ ഓഫ്കോഴ്സ് ഇത് തന്നെയാണ്. പക്ഷെ ഡൊമൈൻ എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത്? ഡൊമൈൻ എപ്പോഴും കിങ്ഡത്തിന് മേളിലാണ് പ്ലേസ് ചെയ്യേണ്ടത്. കിങ്ഡം ഏതൊക്കെയാന്നുള്ളത് അറിയാലോ. കിങ്ഡം, പ്ലാന്റ്, അതേപോലെ തന്നെ ആനിമാലിയെ. ഇതാണ് 2 കിങ്ഡംസ് എന്ന് പറയുന്നത്. ഡൊമൈൻ എന്ന് പറയുന്നത് 3 എണ്ണമാണ് വരുന്നത്. ഡൊമൈൻ 3 എണ്ണം വരുന്നുണ്ട്. ഇറ്റ് ഈസ് ആർക്കെ, അതേപോലെ തന്നെ ബാക്ടീരിയ, ദെൻ യുക്കാരിയോട്സ്. ആർക്കെ, ബാക്ടീരിയ നമ്മൾ പറയില്ല എക്സ്ട്രീം എൻവിയോൺമെന്റൽ കണ്ടീഷനിൽ വരുന്നത്. ദെൻ ബാക്ടീരിയ, ദെൻ യുക്കാരിയോട്സ്. ഇതാണ് 3 ഡൊമൈൻസ്. അപ്പൊ സ്വാഭാവികമായിട്ടും കിങ്ഡത്തിന് മേളിൽ തന്നെയാണ് ഡൊമൈൻ പ്ലേസ് ചെയ്യേണ്ടത്. ഡൊമൈൻ ആണ് ആദ്യം വരേണ്ടത്. സോ ഇവിടെ നമുക്ക് ശരി ഉത്തരമായിട്ട് വരുന്നത് കിങ്ഡം ആദ്യം വരുന്ന ബിയും സിയിലും വരുന്നുണ്ട് അല്ലെ. ഡൊമൈൻ വരുന്നുണ്ട്, കിങ്ഡം, ക്ലാസ്, ഓർഡർ. ഓർഡർ കഴിഞ്ഞ് ഓപ്ഷൻ ബിയിൽ കൊടുത്തിരിക്കുന്നത് സ്പീഷ്യസ് ആൻഡ് ജനസ് ആണ്. സ്പീഷ്യസ് ഏറ്റവും അവസാനമാണ് വരേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്. ഡൊമൈൻ, കിങ്ഡം, ദെൻ ക്ലാസ്. ഫൈലൊന്നും അവിടെ കൊടുത്തിട്ടില്ല. പിന്നെ നമുക്ക് കിങ്ഡം കഴിഞ്ഞ് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ക്ലാസ് ആണ്. ദെൻ കംസ് ദി ഓർഡർ, ദെൻ ജനസ് ആൻഡ് സ്പീഷ്യസ്. സി ആണ് അപ്പൊ ശരി ഉത്തരമായിട്ട് വരുന്നത്. ഇനി അടുത്ത് നോക്കുക. അടുത്ത ചോദ്യം, 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വാസ് പ്രപ്പോസ്ഡ് ബൈ. ഓപ്ഷൻ എ ലിനേയസ്, ഓപ്ഷൻ ബി വിറ്റാക്കർ, ഓപ്ഷൻ ബി കാൾ വോയ്സ്, ഓപ്ഷൻ ഡി കവേലിയർ സ്മിത്ത്. ഇവിടെ നമ്മുടെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. വിറ്റാക്കർ ആണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുള്ള ഡൊമൈൻ നോക്കുക. 3 ഡൊമൈൻസ് ആണല്ലോ ഉള്ളത്. ഈ ഡൊമൈൻ ആരാണ് ക്ലാസിഫൈ ചെയ്തത്? അത് കാൾ വോയ്സ് ആണ്. സോ 5 കിങ്ഡം classification, the right answer is option B, Whittaker. Next question, the proteins that are present in the anterior portion of Drosophila is option caudal and bicoid, nanos, bicoid, hunchback, nanos, caudal. ഡോർസോഫിലയുടെ ആന്റീരിയർ പോർഷനിൽ കാണുന്ന പ്രോട്ടീൻസ് ഏതാണെന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ ഈ ഒരു ഗ്രാഫ് നിങ്ങൾ ശ്രദ്ധിക്കാം. ഈ ഗ്രാഫിൽ കൊടുത്തിരിക്കുന്ന ആന്റീരിയറും പോസ്റ്റീരിയറും നോക്കാം കേട്ടോ. അപ്പൊ ആദ്യത്തേത് ഊസൈറ്റ് mRNA ആണ്. രണ്ടാമത്തെ ഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത് ഏർലി ക്ലീവേജ് എംബ്രിയോ പ്രോട്ടീൻസ് ആണ്. ഇവിടെയും ആന്റീരിയർ പോസ്റ്റീരിയർ കൊടുത്തിട്ടുണ്ട്. ഈ ആന്റീരിയർ സൈഡിലും പോസ്റ്റീരിയർ സൈഡിലും കൊടുത്തിരിക്കുന്ന ഊസൈറ്റ് mRNAs ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കുക, ബൈക്കോയിഡ് എവിടെയാ കാണുന്നത്? ബൈക്കോയിഡ് ആന്റീരിയറിലാണല്ലോ കാണുന്നത്. നാനോസ് എന്ന് പറയുന്നത് പോസ്റ്റീരിയറിലാണ് കാണുന്നത്. കൗഡൽ mRNA ആൻഡ് ഹഞ്ച്ബാക്ക് mRNA ഈക്വലി ആന്റീരിയർ ടു പോസ്റ്റീരിയർ ഭാഗത്ത് കാണുന്നുണ്ട്. പക്ഷെ ഇത് ഊസൈറ്റ് mRNA ആണെന്നുള്ള കാര്യം ഓർക്കുക. അടുത്ത് നോക്കുക, ഏർലി ക്ലീവേജ് എംബ്രിയോ പ്രോട്ടീൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അവിടെ ആന്റീരിയർ പോർഷനിൽ നോക്കുവാണെങ്കിൽ ബൈക്കോയിഡും ഉണ്ട്, ഹഞ്ച്ബാക്കും ഉണ്ട്. ഹഞ്ച്ബാക്കും ബൈക്കോയിഡും എടുത്തിട്ടുണ്ടെങ്കിൽ ആന്റീരിയർ പോർഷനിൽ കൂടുന്നു, പോസ്റ്റീരിയറിലേക്ക് വരുന്തോറും കുറഞ്ഞു പോകുന്നു. അറ്റ് ദ സെയിം ടൈം പോസ്റ്റീരിയറിൽ കൂടുതൽ കാണുന്നത് ഏതൊക്കെയാണ്? കൗഡലും നാനോസും. പോസ്റ്റീരിയറിൽ കൂടുതൽ കാണുന്നു, ആന്റീരിയറിലേക്ക് വരുന്തോറും കുറഞ്ഞു വരുന്നു. പിന്നെ നമുക്ക് ചോദ്യം നോക്കാം, പ്രോട്ടീൻസ് ദാറ്റ് ആർ പ്രസന്റ് ഇൻ ദ ആന്റീരിയർ പോർഷൻ ഓഫ് ഡോർസോഫില. ഡോർസോഫിലയുടെ ആന്റീരിയർ പോർഷൻ ആണ്. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു ഗ്രാഫ് നോക്കാം. ഏർലി ക്ലീവേജ് എംബ്രിയോ പ്രോട്ടീൻസ്. ഇവിടെ ആന്റീരിയർ പോർഷനിൽ വരുന്നത് ഏതൊക്കെയാണ്? ബൈക്കോയിഡും വരുന്നുണ്ട്, ഹഞ്ച്ബാക്കും വരുന്നുണ്ട്. ഡയഗ്രാം നോക്കുക, ഹഞ്ച്ബാക്ക് അതേപോലെ തന്നെ ബൈക്കോയിഡ്. അപ്പൊ ഇവിടെ നമ്മുടെ ശരി ഉത്തരമായിട്ട് വരുന്നത് ഏതായിരിക്കും? ബൈക്കോയിഡും ഹഞ്ച്ബാക്കും. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അറ്റ് ദ സെയിം ടൈം പോസ്റ്റീരിയർ ആയിരുന്നു ചോദ്യമെങ്കിലോ പോസ്റ്റീരിയറിൽ കാണുന്ന പ്രോട്ടീൻസ് ഏതാണ് എന്നായിരുന്നു ചോദ്യമെങ്കിൽ ഉത്തരം ഏത് വന്നേനെ? പോസ്റ്റീരിയറിലാണെങ്കിൽ ഇറ്റ് വിൽ ബി കൗഡൽ അതേപോലെ തന്നെ നാനോസ്. ഓപ്ഷൻ ഡി ശരി ഉത്തരമായിട്ട് വന്നേനെ. കറന്റ് നമ്മുടെ ചോദ്യത്തിന്റെ ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്. ഇമ്മ്യൂണോളജിയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് MHC. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ് അടുത്തത്. ക്വസ്റ്റ്യൻ,
CD4 plus helper T cell bind to processed antigen when expressed in association with option A class 1 MHC molecule, option B class 2 MHC molecule, option C both A and B, option D interleukin 2 receptor. ഇവിടെ ശരി ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, ക്ലാസ് 2 MHC മോളിക്യൂൾ. അപ്പൊ ഇത് പലതവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഇത് ഓർത്ത് വെക്കാനായിട്ട് ചെയ്യാവുന്നത്, ഇവിടെ സർഫസ് മാർക്കർ വന്നിരിക്കുന്ന CD4+ ആണ്, ടി സെൽ വന്നിരിക്കുന്നത് ഹെൽപ്പർ ടി സെൽ ആണ്. അങ്ങനെയാണെങ്കിൽ MHC will be MHC2. ഇനി ഇത് തന്നെ നേരെ ഓപ്പോസിറ്റ് വരാം. ഇൻസ്റ്റെഡ് ഓഫ് CD4+ അവിടെ CD8+ വരാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ടി സെൽ ഹെൽപ്പർ ആയിരിക്കില്ല, സൈറ്റോടോക്സിക് ടി സെൽ ആയിരിക്കും. ആൻഡ് MHC will be MHC1. ഇതില് ഏതെങ്കിലും ഒരു പോയിന്റ് അങ്ങ് ഓർത്തിരുന്നാൽ മതി, നമുക്ക് ഏത് രീതിയിൽ ചോദിച്ചാലും ഉത്തരം എഴുതാനായിട്ട് പറ്റും അല്ലെ. CD4+ ഹെൽപ്പർ ടി സെൽ MHC2. CD8+ ആണെങ്കിലോ ഇൻസ്റ്റെഡ് ഓഫ് helper T cell it would be cytotoxic T cell and MHC will be MHC1. CD4+ ആണെങ്കിൽ MHC2 ആയിരിക്കും. സോ നമ്മുടെ ഇവിടുത്തെ ശരി ഉത്തരം ക്ലാസ് 2 MHC മോളിക്യൂൾ ആണ്, ബിക്കോസ് ചോദ്യത്തിൽ അവിടെ CD4+ഉം ഹെൽപ്പർ ടി സെല്ലും കൊടുത്തിട്ടുണ്ട്. സോ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. ഇമ്മ്യൂണോളജിയിൽ തന്നെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് ഇമ്മ്യൂണോഗ്ലോബുലിൻ. അതിനെ ബേസ് ചെയ്തിട്ടുള്ള 2 ചോദ്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ചോദ്യം, ഇമ്മ്യൂണോഗ്ലോബുലിൻ ദാറ്റ് ഈസ് പ്രസന്റ് ഇൻ ഹ്യൂമൻ കൊളസ്ട്രം. ഓപ്ഷൻസ് നോക്കുക, IgG, A, M, IgE. ഇവിടെ ശരി ഉത്തരമായിട്ട് വരുന്നത് IgA ആണ്. അടുത്ത ചോദ്യം, ഇമ്മ്യൂണോഗ്ലോബുലിൻ ദാറ്റ് റിസൾട്ട് ഇൻ ഹിസ്റ്റമിൻ റിലീസ്. ഓപ്ഷൻ നോക്കുക, IgA, IgE, IgG, IgM. അപ്പൊ ഇവിടെ നമ്മുടെ ശരി ഉത്തരം എന്ന് പറയുന്നത് IgE ആണ്. ഹിസ്റ്റമിൻ റിലീസ് എന്ന് പറയുമ്പോൾ ഇത് അലർജിക് റിയാക്ഷന്റെ ഭാഗമായിട്ടല്ല വരുന്നത്. സോ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. എൻഡോക്രൈനോളജിന്ന് വരുന്ന ഒരു ചോദ്യമാണ്, the fetal hormones which works as uterine stimulants to enable parturition. Options oxytocin, cortisol, prostaglandin. Option D both 1 and 2. ഇവിടുത്തെ ശരി ഉത്തരം എന്ന് പറയുന്നത് പാർച്ചുറേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺസ് എന്ന് പറയുമ്പോൾ ഓക്സിറ്റോസിൻ വരുന്നുണ്ട്, അതേപോലെ തന്നെ കോർട്ടിസോളും വരുന്നുണ്ട്. സോ ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ബോത്ത് 1 and 2 ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ യൂറി മില്ലർ എക്സ്പെരിമെന്റ്. എവല്യൂഷൻ വരുന്ന ഒരു ഭാഗമാണ് യൂറി മില്ലർ എക്സ്പെരിമെന്റ്. ചോദ്യം, ദ സ്റ്റേറ്റ്മെന്റ് വിച്ച് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു യൂറി മില്ലർ എക്സ്പെരിമെന്റ്. നോട്ട് ആപ്ലിക്കബിൾ ആണ്, റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് നോക്കേണ്ടത്. ആദ്യത്തെ ഓപ്ഷൻ, they used a high energy gas chamber filled with water vapor, ammonia, methane and hydrogen. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഓപ്ഷൻ ബി, എനർജി വാസ് പ്രൊവൈഡഡ് ബൈ ഇലക്ട്രിക് സ്പാർക്ക് യൂസിംഗ് ടങ്സ്റ്റൺ ഇലക്ട്രോഡ്. ഇതും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓപ്ഷൻ സി, an oxidizing environment is essential for the abiogenetic synthesis of organic molecules. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്, ബിക്കോസ് ഓക്സിഡൈസിങ് എൻവയോൺമെന്റ് അല്ല, അവിടെ റെഡ്യൂസിങ് എൻവയോൺമെന്റ് ആയിരുന്നു. ആൻഡ് ഓപ്ഷൻ ഡി ഓഫ് കോഴ്സ് അപ്പൊ അത് കറക്റ്റ് ആയിരിക്കും. ആൻഡ് ഇന്ററാക്ഷൻ ഓഫ് ഗ്യാസസ് റിസൾട്ടഡ് ഇൻ ദി എബയോജനിക് സിന്തസിസ് ഓഫ് ഓർഗാനിക് മോളിക്യൂൾസ്. കറക്റ്റ് ആണ്. ഇവിടെ നോട്ട് ആപ്ലിക്കബിൾ റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ റോങ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ശരി ഉത്തരമായിട്ട് അപ്പൊ വരുന്ന ഏതാണ്? റോങ് സ്റ്റേറ്റ്മെന്റ് വരുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം മാച്ച് ദ ഫോളോയിങ് ആണ്. ഈ ഒരു ചോദ്യം ഡെവലപ്മെന്റൽ ബയോളജിയിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് പ്ലാസന്റൽ ടൈപ്സ്. ഇതിലെ കുറച്ച് പ്ലാസന്റൽ ടൈപ്സ് ആണ് തന്നിരിക്കുന്നത്. ഡിഫ്യൂസ് പ്ലാസന്റ, കോട്ടിലെഡിനറി പ്ലാസന്റ, സോണറി പ്ലാസന്റ, മെറ്റാഡിസ്കോയിഡൽ പ്ലാസന്റ. ഈ ഒരു പ്ലാസന്റൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വില്ലൈ ഡിസ്ട്രിബ്യൂഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്ലാസന്റൽ ടൈപ്സ് ആണ് ഈ മാച്ച് ദ ഫോളോയിങ്ങിൽ കൊടുത്തിട്ടുള്ളത്. ദെൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിന്റെ എക്സാമ്പിൾസ് ആണ്. കൗ, പ്രൈമേറ്റ്, ഹോഴ്സ്, കാറ്റ്. കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യണം. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ടൈപ്സ് ഓഫ് പ്ലാസന്റ ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഇവിടെ കുറച്ച് ഡയഗ്രാംസ് കൊടുത്തിരിക്കുന്നത് കണ്ടോ? വില്ലയുടെ ഡിസ്ട്രിബ്യൂഷനെ ബേസ് ചെയ്തിട്ട് വരുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലാസന്റ. അതിൽ കോട്ടിലെഡിനറി എക്സാമ്പിൾ റൂമിനൻസ് വരുന്നുണ്ട്. അപ്പൊ ആ ഷേപ്പ് നോക്കുക എങ്ങനെ അറേഞ്ച്മെന്റ് എന്നുള്ളത്. ഡിഫ്യൂസ് ഒരു ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് കാണുന്നത് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. പിഗ് ആദ്യത്തെ എക്സാമ്പിൾ റൂമിനൻസ്. സോണറി എന്ന് പറയുമ്പോൾ ഒരു ബെൽറ്റ് പോലെയാണ് വരുന്നത്. കാർണിവോറസ് ആണ് എക്സാമ്പിൾ. ദെൻ ഡിസ്കോയിഡൽ ആണ് മെറ്റാഡിസ്കോയിഡൽ വരുന്നത്. അപ്പൊ അവിടെ ഡിസ്ക് ഷേപ്പിൽ വരുന്നുണ്ട്. എക്സാമ്പിൾ മങ്കി. ഇനി നമുക്ക് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യാനായിട്ട് നോക്കാം. ഡിഫ്യൂസ് പ്ലാസന്റ
ഡിഫ്യൂസ് പ്ലാസന്റ ശരി ഉത്തരമായിട്ട് ഇവിടെ വരുന്നത് ഹോഴ്സ് ആണ്, റൈറ്റ് ആൻസർ. കോട്ടിലിഡനറി പ്ലാസന്റ റൂമിനൻസ് ആണ്, സോ നമുക്ക് അവിടെ കൗവിലേക്ക് മാച്ച് ചെയ്യാം. സോണറി പ്ലാസന്റ കാർണിവോറസ് എന്ന് പറയുമ്പോൾ വി ക്യാൻ മാച്ച് വിത്ത് കാറ്റ്. Then metadiscoidal monkey, primates. So നാലാമത്തെ ഓപ്ഷൻ D2ലേക്ക് മാച്ച് ചെയ്യാം അല്ലേ. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് വരുന്നത് എങ്ങനെയാണ്? എ മാച്ച് ചെയ്തിരിക്കുന്ന 3ലേക്കാണ്, ബി മാച്ച് ചെയ്തിരിക്കുന്നത് 1ലേക്കാണ്, സി മാച്ച് ചെയ്തിരിക്കുന്നത് 4ലേക്കാണ്. ആൻഡ് വാട്ട് അബൌട്ട് ഡി? ഡി മാച്ച് ചെയ്തിരിക്കുന്നത് 2ല്, ദാറ്റ് ഈസ് പ്രൈമേറ്റ്സ്. A3 B1 C4 D2 ആണ്. സോ നമ്മുടെ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ, A3 B1 C4 D2. അടുത്ത ചോദ്യം ക്രെബ്സ് സൈക്കിളിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. ചോദ്യം നോക്കാം. FAD is reduced in which of the reaction of the Krebs cycle? 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഐസോസിട്രേറ്റ് ടു ഓക്സാലോഅസെറ്റേറ്റ്, സക്സിനൈൽ കോഎൻസൈം ടു സക്സിനേറ്റ്, ഫ്യൂമാറേറ്റ് ടു മാലേറ്റ്, സക്സിനേറ്റ് ടു ഫ്യൂമാറേറ്റ്. സോ ബയോകെമിസ്ട്രിയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക് ആണ് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം. അതിൽ തന്നെ ഗ്ലൈക്കോളിസിസ്, ക്രെബ്സ് സൈക്കിൾ, ഗ്ലൂക്കോനിയോജനസിസ് തുടങ്ങിയ പാത്വേസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ക്രെബ്സ് സൈക്കിളിനെ ബേസ് ചെയ്തിട്ട്. FAD റെഡ്യൂസ് ചെയ്യപ്പെടുന്നത് ഏത് റിയാക്ഷനിലാണ്? ഇവിടെ ക്രെബ്സ് സൈക്കിളിന്റെ സൈക്കിൾ കൊടുത്തിട്ടുണ്ട്, ക്രെബ്സ് സൈക്കിള്. അപ്പൊ FAD എവിടെ വെച്ചിട്ട് റെഡ്യൂസ് ചെയ്യപ്പെടുന്നത്? ഡയഗ്രാം നോക്കുക. ഈ ഒരു സ്റ്റെപ്പ് അല്ലേ? ദാറ്റ് മീൻസ് സക്സിനേറ്റ് ഫ്യൂമറേറ്റ് ആവുന്ന ഈ ഒരു സ്റ്റെപ്പിലാണ് FAD റെഡ്യൂസ് ചെയ്യപ്പെടുന്നത്, FAD ടു FADH2. സോ നമ്മുടെ ഓപ്ഷനിൽ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലോ, സക്സിനേറ്റ് ടു ഫ്യൂമറേറ്റ് ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. ഇവിടെ എല്ലാ സ്റ്റെപ്സും കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എല്ലാ സ്റ്റെപ്പിലും വരുന്ന എൻസൈം, അതേപോലെ തന്നെ NADH എവിടെയൊക്കെയാ ഫോം ചെയ്യുന്നത്, GTP എവിടെ ഫോം ചെയ്യുന്നത്, അതേപോലെ തന്നെ എല്ലാ എൻസൈംസും കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഫൈനലി ബയോസ്റ്റാറ്റിറ്റിക്സ് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ഒരു പ്രോബ്ലം നോക്കാം. കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോബ്ലം ആണ്. ദ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഡീവിയേഷൻസ് ഫോർ 10 ഒബ്സർവേഷൻ taken from mean 50 is 250, then what will be the coefficient of variation? ആദ്യം coefficient of variation ഇക്വേഷൻ നോക്കാം. ഇറ്റ് വിൽ ബി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ ഇൻറ്റു 100 ആണ് ഇക്വേഷൻ വരുന്നത്. ഇതിൽ ഓൾറെഡി മീൻ അറിയാം. മീൻ എത്രയാണ്? 50 ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടില്ല, നമുക്കത് കണ്ടുപിടിക്കണം. സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ ഇക്വേഷൻ നോക്കുക. ഇറ്റ് ഈസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ്. വേരിയൻസിന്റെ സ്ക്വയർ റൂട്ട് ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ വേരിയൻസ് എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? വേരിയൻസ് കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ തന്നിരിക്കുന്ന നോക്കുക. സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഡീവിയേഷൻ ഫോർ 10 ഒബ്സർവേഷൻ ടേക്കൻ ഫ്രം മീൻ 50 is 250. സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഡീവിയേഷൻസ് ഫോർ 10 ഒബ്സർവേഷൻ ടേക്കൻ ഫ്രം മീൻ 50 is 250. അപ്പൊ വേരിയൻസ് കണ്ടുപിടിക്കാനായിട്ട് ഈ തന്നിരിക്കുന്ന 250, that is sum of squares of deviations. 10 ഒബ്സർവേഷൻ ഉണ്ട്, അതിന്റെ സ്ക്വയേഴ്സ് ഓഫ് ഡീവിയേഷൻ ഫ്രം ദ മീൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് 250. അത് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ, ദാറ്റ് ഈസ് 10. അതാണ് വേരിയൻസ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഇതിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാനുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വിൽ ബി റൂട്ട് ഓഫ് വേരിയൻസ്. 25 ആണ് വേരിയൻസ് വരുന്നത്. റൈറ്റ് ആൻസർ നമുക്ക് അവിടെ 5 കിട്ടി. Then coefficient of variation കാണാലോ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 5 ഡിവൈഡഡ് ബൈ മീൻ വിൽ ബി 50 into 100. സോ നമ്മുടെ ശരി ഉത്തരം എന്ന് പറയുന്നത് 10% ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ഇസ് ദി റൈറ്റ് ആൻസർ.